ഹായ് ഓൾ, എല്ലാവർക്കും റീഡർ ലൈഫിൻ്റെ പുത്തൻ വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഏപ്രിൽ 16 ആയിരുന്നു മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അപ്പം ബർത്ത്ഡേ ഒക്കെ ചെറുതായിട്ടൊക്കെ ആഘോഷിച്ചു. വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. അവളുടെ ഒരു ഫേവറേറ്റ് സ്ഥലത്ത് പോയിട്ടായിരുന്നു നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചത്. അപ്പം ഞാൻ പറയാൻ വന്നത്, സാൻവിയുടെ ഓരോ ബർത്ത്ഡേയും ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ കടന്നുപോയ കുറച്ച് മോശം കാലത്തെക്കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ്. അതായത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ കാലങ്ങൾ. ഞങ്ങൾക്ക് ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് മോളുണ്ടാകുന്നത്. ഇപ്പം പല ആൾക്കാർക്കും കല്യാണം കഴിഞ്ഞിട്ട് 5, 6, 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അത്രയൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ പോലും ഈ 3 വർഷം ഞങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം വലിയൊരു കാലാവധിയായിരുന്നു. ആ സമയത്ത് കുറച്ച് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചായിരുന്നു. എനിക്ക് ഒരു IVF ഫെയിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് 6 IUI ഫെയിലായി. 6 7 IUI ഫെയിലായി. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സക്സസ് ആകുന്നത്. അപ്പം ഈ IVF IUI ഒക്കെ ചെയ്ത ആൾക്കാരൊക്കെ അറിയാം അത് എന്തുമാത്രം പെയിൻഫുൾ ആണെന്നുള്ളത്. ഓരോ വട്ടവും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര പ്രതീക്ഷയായിരിക്കും, ഇപ്പം സക്സസ് ആകുന്നു. പക്ഷേ അത് ഫെയിലായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പം IVFനാണെങ്കിലും IUIക്കാണെങ്കിലും ഇഷ്ടംപോലെ ഇഞ്ചക്ഷൻ ഉണ്ട്, പിന്നെ ഹോർമോൺ വേരിയേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ സഹിച്ച് അതൊക്കെ കൂടെ കടന്നു പോയിട്ടാണ് അവസാനം പ്രഗ്നൻ്റ് ആയത്. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തീരുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ പ്രഗ്നൻസി കിറ്റിൽ 2 ലൈൻ തെളിഞ്ഞു. 2 ലൈൻ തെളിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. എന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കൊച്ചിനെ കാണുന്നില്ല, ജസ്റ്റ് ഒരു സാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്ന ഒരാളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, ഒരു ഡോക്ടറാണ്, അവരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇതിൽ സാക്ക് മാത്രമേ ഉള്ളൂ, കുട്ടീനെ കാണുന്നില്ല, അപ്പോൾ ചിലപ്പം ഇത് അബോർട്ട് ചെയ്യേണ്ടി വരുമെന്നു. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡോക്ടറിനൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലെറ്റ്സ് വെയിറ്റ്, ഒരു 16 ദിവസം വെയിറ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ആ 16 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് 16,000 ദിവസത്തിന് തുല്യമായിരുന്നു. നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഞങ്ങൾ 2 പേരും ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ടെൻഷൻ അടിച്ച് തമ്മിൽ ഒന്നും മിണ്ട പോലും ചെയ്യാതെയാണ് ഈ 16 ദിവസം കടന്നു വന്നിട്ട് ലാസ്റ്റ് ഡോക്ടറൊക്കെ ചെന്നിട്ട് അവർ നോക്കിയിട്ട് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കണമെന്ന് വെച്ചിട്ട് അവരുടെ സ്റ്റെതസ്കോപ്പ് എൻ്റെ ചെവിയിൽ വെച്ച് തന്നപ്പോഴത്തേക്ക് ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ ലൈഫിൽ എന്താ പറയുക, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിനെക്കാട്ടിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷമായിരുന്നു. അത്രയും ഞാൻ അറിയാതെ കരഞ്ഞുപോയി. അവർ ഡോക്ടറുടെ ഫ്രണ്ട് വെച്ചാൽ ശരിക്കും കരഞ്ഞുപോയി. അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു 3 മാസം കംപ്ലീറ്റ് ലീവ് എടുക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകുന്നതിനെക്കുറിച്ച്, ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. ശരി, ലീവ് എടുത്തിട്ട് 3 മാസം കഴിഞ്ഞു. 4th മന്തിൽ ചെക്കപ്പിനുള്ള ടൈമായി. ചെക്കപ്പിന് മുമ്പ് ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ടൊരു നടുവേദനയൊക്കെ തോന്നി, പീരിയഡ്സ് വരുന്ന മാതിരിയൊക്കെ ഒരു തോന്നൽ തോന്നി. ഞാൻ വിചാരിച്ചു ശരി, എന്തായാലും പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി പോകാണല്ലോ വിചാരിച്ചു. എന്നിട്ട് ഡോക്ടറൊക്കെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് നടുവേദനയൊക്കെ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ എന്താ പറയുക സെർവിക്കൽസ് തുറന്നു പോകുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് അവിടെ സ്റ്റിച്ച് ഇടണം. സ്റ്റിച്ച് ഇട്ടിട്ട് ഈ ഡെലിവറി വരെയും ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അയ്യോ, നമുക്ക് ആദ്യം ആ ബെഡ് റെസ്റ്റ് ഇടുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, സുഖമുള്ളവരുടെയാണല്ലോ, പിന്നെ ലീവൊക്കെ ഓഫീസിൽ നിന്ന് കിട്ടുമായിരിക്കും, ആ ഒരു പേടിയുണ്ട്. പക്ഷേ കിട്ടി. എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവരെനിക്ക് ലീവെല്ലാം സാങ്ഷൻ ചെയ്തു. എന്നിട്ട് ബെഡ് റെസ്റ്റ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങിയത്. ഇത്രയും നാളും ഫുൾ ആക്റ്റീവായിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് ബെഡിലോട്ട് വരുമ്പോഴത്തേക്കുള്ളൊരു പ്രശ്നമുണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമേ ബെഡിൽ നിന്നിക്കാൻ പാടുള്ളായിരുന്നു. ആദ്യത്തെ കുറച്ച് കാലം എന്താ പറയുക, കാല് പൊക്കി വെച്ചിട്ട് ഓൾമോസ്റ്റ് തലകീഴായിട്ട് കിടക്കുന്ന പോലെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. കാരണം ഇത് സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്, താഴോട്ടത് വന്നു കഴിഞ്ഞാൽ തുറന്നു പോയി കുട്ടീനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെർവിക്കൽ സ്റ്റിച്ച് ഇട്ടിട്ട് കാല് പൊക്കി വെച്ച് ഒരുപാട് തലകീഴായിട്ട് കിടക്കുന്ന മാതിരി അങ്ങനത്തെ ഒരു കിടപ്പായിരുന്നു. കട്ടിലെന്താ ഇഷ്ടിക വെച്ചിട്ട് പൊക്കിയിട്ട് തലയണ ഇല്ലായിരുന്നു, തലയണ വയ്ക്കാതെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് നാൾ കിടന്നു. പിന്നെ അത് മാറ്റിയിട്ട് ഫുള്ള് അല്ലാതെ ഉള്ള രീതിയിൽ കിടക്കാൻ തുടങ്ങി. എന്നാലും കിടപ്പ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നും ചെയ്യാനും ഇല്ല. ആ സമയത്ത് ഹസ്ബൻഡിന് വയനാട്ടിലോട്ട് ട്രാൻസ്ഫറായി. പുള്ളിയും അടുത്തില്ല,
അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ 7th മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോന്നും ശരി ഓക്കെ, ഇനി ബെഡ് റെസ്റ്റ് വേണ്ട, ഇനി കുറച്ചൊക്കെ നിങ്ങൾക്ക് നടക്കാം, പക്ഷെ അങ്ങനെ വെച്ച് ഒരുപാട് നടക്കാനൊന്നും പാടില്ല എന്നൊന്നും. അങ്ങനെയായി ഞങ്ങളൊരു ഏപ്രിൽ 13th ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് ഡോക്ടറുടെ അടുക്ക ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞു ഫ്ലൂയിഡ് കുറവാണ്, അപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ 16th ആ തവണ ഏപ്രിൽ 15-നായിരുന്നു വിഷു. ഏപ്രിൽ 15th കഴിഞ്ഞ് 16th-നാണ് മോള് ജനിക്കുന്നത്. അപ്പം പിന്നെ നോക്കിയപ്പോഴത്തേക്കും രോഹിണിയാണ് നാള് 16 എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഭയങ്കര കൃഷ്ണൻ്റെ ഭക്തിയാണ്, അപ്പോൾ എനിക്ക് രോഹിണി നാൾ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ സാൻവിക എന്നുള്ള പേര് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഓരോ ഘട്ടത്തിൽ ഇത് പെൺകുഞ്ഞായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിച്ചത്, അല്ലാതെ ഞാൻ ആൺകുട്ടി എന്നൊരു തോട്ടുകൂടി എൻ്റെ മനസ്സിൽ പോയിട്ടില്ല. പിന്നെ രോഹിണി എന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡൊക്കെ പറഞ്ഞു എങ്ങാനും ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് മാധവ് എന്ന് പേരിടാം. പുള്ളി പറഞ്ഞില്ല, എന്തായാലും പെൺകുട്ടി തന്നെ ആയിരിക്കും, ഉറപ്പായിരിക്കും പറഞ്ഞു. അങ്ങനെ ഏതായാലും മോള് 12/20-നാണ് ജനിച്ചത്. ഏപ്രിൽ 16 12/20-നാണ് അവൾ ജനിച്ചത്. അപ്പം അത് ഈ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ശരിക്കും മറക്കാൻ ആഗ്രഹിക്കുന്നൊരു ഫേസാണ്. അത്രയും മനോവിഷമത്തിൽ കൂടെയാണ് ഓരോ വട്ടവും കടന്നു പോകുന്നത്. അത് ആ ഫേസിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ ആദ്യം കൺസൾട്ട് ചെയ്തുകൊണ്ട് ഇവിടെ എറണാകുളത്തൊരു ടിറ്റി ചാക്കോന്നുണ്ട് ഡോക്ടറാണ്. അപ്പം അവിടെ എനിക്ക് സക്സസ് ആയില്ല, പക്ഷെ സക്സസ് ആയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഡോക്ടർ എനിക്ക് ഒരു ചേച്ചീനെ പരിചയപ്പെടുത്തി തന്നു. സന്ധ്യ എന്നാണ് ചേച്ചിയുടെ പേര്. അന്ന് തൊട്ട് ഇന്ന് വരെയും എനിക്കെൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് സന്ധ്യ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ നമ്മൾ എഴുത്തിക്കൂടെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടുണ്ട്, നിത്യ എന്നുണ്ട്. നിത്യ എന്താ പറയുക, ഞാൻ ഇതുവരെ നിത്യനെ കണ്ടിട്ടില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ എന്താ പറയുക മുൻജന്മത്തിൽ സിസ്റ്റേഴ്സായിരുന്നു തോന്നുന്നു. കാരണം നമ്മളുടെ ലൈഫുമായിട്ട് അത്രയും കണക്റ്റഡാണ് നിത്യയും ഈ ഒരു ഫേസിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ മൂഡ് സ്വിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ 2 പേരുമാണ് എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എൻ്റെ വേറെ ഫ്രണ്ടുണ്ട് തങ്കം എന്ന് പറഞ്ഞിട്ട്, അവരും എങ്ങനെയാണ് ഇതൊക്കെ ഓവർകം ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ അടുക്കൽ സ്ഥിരമായിട്ട് സംസാരിച്ച് അങ്ങനെ ഒപ്പം നിന്നൊരു 3 പേരാണ് ഇവരെ എനിക്ക് ഒരു കാലത്ത് മറക്കാൻ പറ്റത്തില്ല. അത്രയും എൻ്റെ പ്രേഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അപ്പം അവരെ കൂടെ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഈ ബർത്ത്ഡേക്കല്ല, എല്ലാ ദിവസവും ഇവരോടൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാലും ഈ ഒരു അവസരത്തിൽ അവരെ കൂടെ ഓർക്കുകയാണ്. അപ്പം നമുക്ക് സാൻവിയുടെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ വീഡിയോ കാണാം. ഹായ് ഓൾ, ഞങ്ങൾ ഇന്ന് ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. നമ്മുടെ സാൻവി അവരുടെ 3rd ബർത്ത്ഡേ ആണ്. അപ്പം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാ. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ എല്ലാവരെയും കാണിച്ചു തരാമേ. മഞ്ഞുടുപ്പ് ഇഷ്ടപ്പെട്ടാ? ഞങ്ങൾ എല്ലാവരും മഞ്ഞ തീമിലാണേ. മഞ്ഞ നമ്മൾ പ്ലാൻ ചെയ്തൊന്നുമല്ല, പക്ഷെ സാൻവിക്ക് ഉടുപ്പെടുത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് 2 പേർക്കും മഞ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങ് മഞ്ഞ തീമിലാക്കി. ഞങ്ങൾ സാൻവിയുടെ ഡേ കെയറിൽ പോവാണ്. ഇതാണ് സാൻവിയുടെ ഫേവററ്റ് സ്ഥലം. സാൻവിക്ക് 5 മാസം പ്രായമായപ്പോൾ തൊട്ട് ടീച്ചറാണ് അവളെ നോക്കുന്നത്. അവളെ സംബന്ധിച്ചിട്ട് അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ഡേ കെയർ എന്ന് പറയുന്നത്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ അവൾ പറയും ഡേ കെയറിൽ പോകണം എന്ന് പറയും. അത്രയും അവൾക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലും ഒരു ചെറിയ കേക്ക് മുറിച്ചു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരും കൂടെ ചേർന്നിട്ട് നമ്മളൊരു കുഞ്ഞു കേക്ക് വീട്ടിലും മുറിച്ചു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും സാൻവി അപ്പം തന്നെ മഞ്ഞ ഉടുപ്പൊക്കെ മാറ്റി വേറെ ഉടുപ്പൊക്കെ ഇട്ട് അവൾ കളിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആ ഉടുപ്പിൽ തന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു. ഇതാണ് കേക്ക്. ഇതെൻ്റെ ഫ്രണ്ട് ലിജി ചെയ്ത കേക്കാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ സാൻവിയുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷം. എന്തായാലും